ഷമ്മി ഹീറോയുടെ ഹീറോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ്. ഇപ്പോൾ കമ്പിളി പുതപ്പെന്ന് മുകേഷ് ചേട്ടൻ ഡയലോഗ് ഉപയോഗിക്കും പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഷമ്മി ഹീറോയുടെ ഹീറോ. അതിൻ്റെ രണ്ട് ആസ്പെക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പത്രക്കാരൊക്കെ ഷമ്മി തിലകനെ കാണിക്കുമ്പോൾ ഷമ്മി ഹീറോ ആടാന്ന് എഴുതാനുള്ള ടൈറ്റിൽസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ടൈറ്റിൽ കേൾക്കുന്ന സമയത്ത് ഷമ്മി ഹീറോ ആട എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഹീറോയിസം ഉണ്ട് ആക്ച്വലി. പക്ഷെ അത് കേൾക്കുമ്പം എന്താണ്, എവിടെയെങ്കിലും വെച്ചിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനെ കേൾക്കുന്ന ആർക്കായാലും മോശമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ പലയിടത്തും എനിക്കത് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കത് ദോഷകരമായി വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായം. അങ്ങനെ വെച്ചിട്ട് ഞാൻ തമാശയ്ക്ക് എനിക്ക് പറഞ്ഞത് സത്യം തന്നെയാണ്. ഫഹദ് ഫാസിനെ ഒന്ന് കൈ കിട്ടിയായിരുന്നു. ഇവൻ കാരണമല്ലേ ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടല്ലേ ഇതായത്. അത് അവൻ പറഞ്ഞ അതിന്റെ ഒരു ആ പറച്ചിലൊക്കെ ഭയങ്കര അതുകൊണ്ടാണ് ഇത് എനിക്ക് ഇത് വന്നത്. നമ്മളൊരു എല്ലാ ആൾക്കാരും ഇപ്പൊ ഞാനും രജനീഷും കൂടെ ഒരു പടത്തിൽ അഭിനയിക്കുന്നു. അപ്പൊ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ, സീൻ അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ എങ്കിലും ഈ പെർഫോമൻസ് നമ്മൾ ആരൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് കാണിക്കുന്നത്? പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ആ പ്രേക്ഷകർ എന്നെ വാഴ്ത്താതെ നിങ്ങളെ വാഴ്ത്തി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ചിലപ്പോൾ പ്രകടിപ്പിക്കത്തില്ലായിരിക്കാം, പുറമേ ചിലപ്പോൾ കാണിച്ചില്ല, അല്ലെങ്കിൽ ഉള്ളിൽ ഇവനെന്താ ഇന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അതില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പൃഥ്വിരാജ്, ഞാനതാണ് ഞാൻ പറഞ്ഞത്, പൃഥ്വിരാജിനോട് ഞാൻ അല്ലെങ്കിൽ ദുൽഖറും ഒക്കെ അതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ മറ്റു പലർക്കും അതുണ്ട്. അതിൻ്റെ ദോഷങ്ങൾ ആണ് എനിക്ക് ഈ സിനിമയിൽ ഉള്ളൂ. ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഡബിൾ മോഹനെ പിടിച്ചു കെട്ടി ഷമ്മി തിലകൻ എന്ന രസകരമായ ടൈറ്റിൽ അല്ലേ? ഒന്ന് ക്യാരക്ടറിന്റെ പേര്, ഒന്ന് റിയൽ. എന്റെ പേര് എഴുതാതിരുന്നാൽ മതി. പിടിച്ചു കെട്ടി ഭാസ്കരൻ മാസ്റ്റർ എന്ന് എഴുതിയാൽ ആ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ എഴുതുന്നത്. വേറെ ഒരു പടത്തില് എന്താണ്, നായകനെ സൈഡാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ഇല്ലാത്ത അവർക്കത് ചിലപ്പോൾ അത് ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടാക്കാൻ വേണ്ടി എഴുതുന്നതാണോ എന്ന് എനിക്ക് സംശയം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ഞാൻ പലയിടത്തും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കൂടിയാണ് എനിക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടാക്കിയത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചത്. എന്തിനാ ഇത് പറയണേ? പറയുമ്പോൾ മറ്റുള്ളവർക്കത് ഒരു അങ്ങനെ ഒരു തോന്നൽ വരുമല്ലോ. ശരിയല്ലേ? അത് മനുഷ്യ സഹജമാണ്. നമ്മളൊരു കുറ്റം പറയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആർക്ക് ചിലപ്പോൾ എനിക്ക് ഉണ്ടാകുമായിരിക്കും, എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല.